ഭഗവാനെ കണ്ട് തൊഴുത് ഇറങ്ങുമ്പോഴേക്കും അഭിഷേകമെല്ലാം കഴിഞ്ഞ് ആ ഒരു പ്രസാദം വാങ്ങിച്ചുകൊണ്ട് 18-ാം പടിയുടെ താഴെ വന്ന് നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനിനോട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു കൊടിമരമാണ്. ആ കൊടിമരം കണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സൊന്ന് പിടയും. ഇനി ഭഗവാനെ അടുത്ത വർഷമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ, ഇനി കാണാൻ പറ്റില്ലല്ലോ. ആ ഒരു രൂപവും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ മല ഇറങ്ങുകയായി. ഒരുപാട് സങ്കടത്തോടു കൂടിയായിരിക്കും ആത്മാർത്ഥമായി വ്രതമെടുത്ത് ഭഗവാനെ കാണാൻ പോകുന്ന ഒരു ഭക്തൻ മലയിറങ്ങി വരുന്നത്. ആ ഭഗവാന്റെ രൂപവും മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര തിരിച്ച് വീട്ടിൽ വന്ന് മാല ഉരുവി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള ആ ഒരു വർഷക്കാലഘട്ടം കാത്തിരിക്കുകയായി. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു മണ്ഡലകാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി വ്രതമെടുത്ത് മലയ്ക്ക് പോയി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു വരിക.